നമ്മൾ കാണുന്ന ജീവികൾക്കെല്ലാം അവയുടെ പാരൻസിന്റെ ആവശ്യം വരുന്നത് കുട്ടിയുടെ മുലകുടി പ്രായം കഴിയുന്നത് വരെ മാത്രമാണ്. മാമൽസിനെ കുറിച്ചാണ് ഞാൻ പൊതുവെ പറയുന്നത്. മുലകുടി പ്രായം കഴിഞ്ഞാൽ പിന്നീട് പാരൻസിന്റെ ആവശ്യമില്ല കുട്ടികൾക്കൊന്നും, അല്ലേ? എന്താ, അവർ സ്വയം പര്യാപ്തരായി. വീട്ടിൽ വളർത്തുന്ന ആടെടുത്താൽ, അല്ലെങ്കിൽ പശുവെടുത്താൽ, അതല്ലെങ്കിൽ പൂച്ചയെടുത്താൽ എല്ലാം നമുക്ക് കാണാൻ കഴിയുന്ന കാര്യമാണത്. നമ്മുടെ കുട്ടിയുടെ മുലകുടി പ്രായം 2 വയസ്സാണ്. 2 വയസ്സ് കഴിഞ്ഞാൽ കുട്ടിക്ക് സ്വയം പര്യാപ്തത വരുമോ? കുട്ടിയോട് മോനെ 2 വയസ്സായി, നീ സ്വയം പര്യാപ്തനായി, നീ അമ്മാന്റെ ആവശ്യമില്ല, വാപ്പാന്റെ ആവശ്യമില്ല, നീ ജീവിച്ചോ എന്ന് പറയാൻ നമുക്ക് കഴിയില്ല. കുട്ടിക്ക് കഴിയോ? ഇല്ല. അതിന് 13 വയസ്സെങ്കിലും ആകണം സ്വയം പര്യാപ്തത വരാൻ, അഡോളസൻസിലെങ്കിലും എത്തണം. എന്തുകൊണ്ടാണ് ദീർഘമായ ബാല്യം ഉണ്ടാകുന്നത്? തലച്ചോറിന്റെ വളർച്ച നടക്കുന്നത് ഈ സമയത്താണ്. മനുഷ്യ ശിശുവിന് തലച്ചോറിന്റെ വളർച്ചയുണ്ടാകുന്നത് ജനനത്തിന് ശേഷമാണ്. ഏകദേശം 344 ഗ്രാം തലച്ചോറുമായി ജനിക്കുന്ന കുട്ടി പ്രായപൂർത്തി എത്തുമ്പോൾ 1440 ഗ്രാം തലച്ചോറായി മാറുന്നു. ബാക്കി ജീവികൾക്കെല്ലാം 50%, 60%, 70% തലച്ചോറുമായിട്ടാണ് ജനിക്കുന്നത്. മനുഷ്യ ശിശുവിന്റെ തലച്ചോറിന്റെ വളർച്ചയുടെ ഘട്ടങ്ങളിൽ നടക്കുന്ന വലിയ ചില പ്രോസസ്സുകളുണ്ട്. നമ്മുടെ തലച്ചോറ് എന്ന് പറഞ്ഞാൽ കുറെ ന്യൂറോണുകളാണ്. ആ ന്യൂറോണുകളെ പരസ്പരം ബന്ധിപ്പിക്കുന്ന ഭാഗമാണ് സിനാപ്സുകൾ എന്നറിയപ്പെടുക. ആ സിനാപ്സുകൾക്കകത്താണ് നമുക്ക് ലഭിക്കുന്ന അറിവ് ശേഖരിക്കപ്പെടുന്നത്. ചെറിയ കുട്ടിക്ക് ലഭിക്കുന്ന അറിവ് ശേഖരിക്കപ്പെടുന്നു സിനാപ്സുകൾക്കകത്ത്. ആ ശേഖരിക്കപ്പെടുന്ന അറിവിന്റെ അടിസ്ഥാനത്തിലാണ് തലച്ചോറിന്റെ വളർച്ച ഇങ്ങനെ നടക്കുന്നത്. ആ തലച്ചോറിന്റെ വളർച്ച നടക്കുന്ന ഘട്ടങ്ങളിൽ, ജനനത്തിന് ശേഷമുള്ള ഓരോ ഘട്ടത്തിലും പാരൻസിന് അവരുടേതായ ഇൻവോൾവ്മെന്റ് ഉണ്ട്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. أعوذ بالله من الشيطان الرجيم. الذين يقولون ربنا هب لنا من أزواجنا وذرياتنا قرة أعين وجعلنا للمتقين إماما. ബഹുമാനപ്പെട്ട വിശിഷ്ട വ്യക്തികളെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വളരെ പ്രധാനപ്പെട്ട ചില സന്ദേശങ്ങളാണ് എനിക്ക് മുമ്പ് സംസാരിച്ച 2 ഡോക്ടർമാരും അതേപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട മുഹമ്മദ് കയ്യുമെല്ലാം നമുക്ക് നൽകിയിട്ടുള്ളത്. അവരെല്ലാം നമ്മുടെ കുട്ടികളെ ചൂണ്ടിക്കൊണ്ട് സംസാരിക്കുകയായിരുന്നു. കുട്ടികളെ ചൂണ്ടിക്കൊണ്ട് സംസാരിക്കുക എന്ന് പറയുമ്പോൾ കുട്ടികളിൽ കണ്ടുവരുന്ന അടുത്ത തലമുറയെക്കുറിച്ച് നമുക്ക് വേവലാതി ഉണ്ടാക്കുന്ന രൂപത്തിൽ കുട്ടികളിൽ കണ്ടുവരുന്ന പ്രശ്നങ്ങൾ, അതിൻ്റെ പ്രയാസങ്ങൾ, അതിൻ്റെ ഭീകരമായ പര്യവസാനങ്ങൾ, ഇതെല്ലാമാണ് അവർ 3 പേരും പ്രധാനമായും സൂചിപ്പിച്ചത്. ഞാനിവിടെ കുട്ടികളെ ചൂണ്ടിക്കൊണ്ട് അവർ സംസാരിച്ചപ്പോൾ ഞാനിങ്ങനെ എൻ്റെ 3 വിരലുകൾ എൻ്റെ നേരെ ഇങ്ങനെ ചൂണ്ടുണ്ട്. ഞാൻ ഈ 3 വിരലുകളാണ് എൻ്റെ സംസാരത്തിൽ വരാൻ പോകുന്നത്. അഥവാ നമ്മൾ കുട്ടികളെ ചൂണ്ടുമ്പോൾ അവിടെ യഥാർത്ഥത്തിൽ നമ്മൾ ചൂണ്ടുന്നത് നമ്മളുടെ നേരെയാണ്. കുട്ടികളിൽ ഉണ്ടാകുന്ന ഈ പ്രശ്നങ്ങളുടെ അടിസ്ഥാനപരമായ കാരണങ്ങൾ നമ്മൾ തേടുമ്പോൾ അവരെ ഒരു തവണ നമുക്ക് കുറ്റപ്പെടുത്താൻ കഴിയുമെങ്കിൽ നമ്മൾ 3 തവണയെങ്കിലും നമ്മളെ കുറ്റപ്പെടുത്തേണ്ടി വരും എന്നതിലേക്കാണ് എനിക്ക് സൂചന നൽകാനുള്ളത്. ഞാനതിൻ്റെ വളരെ വിശദമായ തലങ്ങളിലേക്കൊന്നും കടന്നു പോകണില്ല. വളരെ ചുരുക്കിയ, അപ്പോൾ ഇവിടെ പാരൻസ് എപ്പം മദ്രസ
എംപവർമെന്റ് പ്രോഗ്രാമിന്റെ ഭാഗമായിട്ടാണ് നമ്മളിവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. വളരെ വലിയ, വളരെ നല്ല ഒരു പ്രോഗ്രാമാണ് ഇവിടെ കാക്കനാട് KNM മദ്രസയുടെ മദ്രസ ബോഡി നടപ്പാക്കുന്നത്. അത് ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ 4 ടയറുകളിലുള്ള ആളുകളെ, ഇതിൻ്റെ മദ്രസകളുടെ ഗുണഭോക്താക്കളായ 4 തരത്തിലുള്ള ആളുകളെയും ഒരുമിച്ച് പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു സമഗ്രമായ പരിഷ്കരണ പദ്ധതിയാണ്. അതിൽ പേരൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇപ്പോൾ പറയുമ്പോൾ എനിക്ക് ഒരു ചോദ്യവുമായിട്ടാണ് ആരംഭിക്കാൻ തോന്നുന്നത്. നമ്മൾ ഒരുപാട് ദുആ ചെയ്യുന്നവരാണ്. ഞാനിവിടെ എൻ്റെ സംസാരത്തിൻ്റെ തുടക്കത്തിൽ ഓതിവെച്ച ആയത്ത് മക്കൾക്ക് വേണ്ടി, ഇണകൾക്ക് വേണ്ടിയുള്ള ദുആയ റബ്ബനാ ഹബ്ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുർറത അയുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. അല്ലാഹുവേ റബ്ബേ, എൻ്റെ മക്കളിൽ, എൻ്റെ ഇണകളിൽ എനിക്ക് കണ്ണിന് കുളിർമ നൽകണമേ, അവരെ മുത്തഖികൾക്ക് ഇമാമുകളാക്കി തീർക്കുകയും ചെയ്യണം, അവരെയല്ല നമ്മളെ എല്ലാവരെയും. ഇതാണ് ആ പ്രാർത്ഥന. ഇത് നമ്മളെപ്പോഴും ദുആ ചെയ്യുന്നവരാണ്. കുട്ടികൾ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നൊരു പ്രാർത്ഥന പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. നമ്മളെല്ലാവരും എപ്പോഴും നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യുന്ന ഖുർആനിലെ ചെറിയ പ്രാർത്ഥനകളിൽ ഒന്നാണത്. ആരും പറയോ? റബ്ബി റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ. കുട്ടികൾ, നമ്മളെല്ലാം നമ്മുടെ പാരൻസിന് വേണ്ടി ദുആ ചെയ്യുന്നത്, നമ്മുടെ മക്കൾ നാളെ നമുക്ക് വേണ്ടി ദുആ ചെയ്യേണ്ടത്. ഈ പ്രാർത്ഥനയ്ക്ക് മാത്രം പരിശുദ്ധ ഖുർആനിൽ ഒരുപാട് ദുആകളുണ്ട്. ഈ പ്രാർത്ഥനയ്ക്ക് മാത്രം ഒരു സവിശേഷതയുണ്ട്. ഞാൻ പരിശോധിച്ചിടത്തോളം ഖുർആനിലെ മറ്റൊരു പ്രാർത്ഥനക്കും ഇല്ലാത്തൊരു സവിശേഷത ഈ പ്രാർത്ഥനക്കുണ്ട്. എന്താണ്? ഈ പ്രാർത്ഥന കണ്ടീഷണലാണ്. നമ്മൾ ഖുർആനിൽ ഹിദായത്തിന് വേണ്ടി ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം നമ്മൾ പറയുമ്പോൾ അള്ളാഹുവിനോട് നീ എനിക്ക് ഹിദായത്ത് നൽകണമേ എന്നാണ് പറയണത്. കണ്ടീഷനൊന്നുമില്ല, എനിക്ക് തരണമേ എന്നാണ്. എന്നാൽ ഇവിടെ റബ്ബിർഹംഹുമാ, അവർക്ക് 2 പേർക്കും നീ റഹ്മത്ത് നൽകണമേ, നീ റഹ്മത്ത് നൽകണമേ. കമാ റബ്ബയാനി സഗീറ, ചെറുപ്പത്തിൽ അവർ ഞങ്ങളോട് എങ്ങനെയായിരുന്നുവോ അങ്ങനെ. അപ്പൊ ചെറുപ്പത്തിൽ ഞങ്ങളോട് റഹ്മത്ത് നൽകിയിട്ടുണ്ടെങ്കിൽ അതേപോലെ റഹ്മത്ത് നീ അവർക്ക് നൽകണമേ എന്നാണ് അള്ളാഹുവിനോട് നമ്മൾ പ്രാർത്ഥിക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ മക്കൾ പ്രാർത്ഥിക്കേണ്ടത്. അപ്പോൾ ചെറുപ്പത്തിൽ നമ്മൾ റഹ്മത്ത് നൽകിയിട്ടില്ലെങ്കിലോ? തീർച്ചയായും ഈ ദുആ എത്ര തീവ്രമായി നമ്മുടെ കുട്ടികൾ പ്രാർത്ഥിച്ചാലും ആ പ്രാർത്ഥനയുടെ ഫലം നമുക്ക് കിട്ടൂല. എൻ്റെ മകൻ നല്ല മുത്തഖിയാണ്, അവൻ ദുആ ചെയ്താൽ പടച്ചോൻ സ്വീകരിക്കും, അവൻ ആത്മാർത്ഥമായി ദുആ ചെയ്യുന്നു, റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ എന്ന്. പക്ഷെ ഈ ദുആയുടെ ഫലം എനിക്ക് ലഭിക്കണമെങ്കിൽ ഞാൻ ചെറുപ്പത്തിൽ അവനെ റഹ്മത്ത് നൽകിയിരിക്കണം. കാരണം ഇത് അങ്ങനെയാണ് പടച്ചോനോട് പറയണത്. നീ നൽകേണ്ടത് ചെറുപ്പത്തിൽ അവർ ഞങ്ങൾക്ക് എന്ത് നൽകിയോ അതാണ്. എന്താണ് ഈ റഹ്മത്ത്? നമ്മളെല്ലാം കുട്ടികളോട് കാരുണ്യമുള്ളവരാണ്, വാത്സല്യമുള്ളവരാണ്, അല്ലേ? നമുക്ക് ആർക്കെങ്കിലും ഇതിപ്പോ ഇത്ര പറയാനുണ്ടോ? കാരണം കുട്ടികൾ ആരെങ്കിലും നോക്കാതിരിക്കോ, കുട്ടികളോട് ആരെങ്കിലും റഹ്മത്ത് കാണിക്കാതിരിക്കോ, കാരുണ്യമില്ലാതിരിക്കോ, വാത്സല്യമില്ലാതിരിക്കോ? ഇവിടെ റഹ്മത്ത് എന്ന പദം വളരെ കൃത്യമാണ്, വളരെ സുന്ദരമാണ്. നമുക്കെല്ലാവർക്കും അറിയാം, പടച്ചവനുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ ഏറ്റവും അധികം ആവർത്തിക്കുന്ന ഗുണമാണ് റഹ്മത്ത്. ഒരു ദിവസം ഒരു മുസ്ലിം ഏറ്റവും ചുരുങ്ങിയത് 34 തവണയെങ്കിലും അർ-റഹ്മാൻ എന്ന് ആവർത്തിക്കും, 34 തവണയെങ്കിലും അർ-റഹീം എന്ന് ആവർത്തിക്കും, ഏറ്റവും ചുരുങ്ങിയത്. അപ്പോൾ അള്ളാഹുവിന്റെ റഹ്മത്തിനെ കുറിച്ച് നമ്മളൊരു ദിവസം 68 തവണ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. എന്താണ് ഈ അള്ളാഹിന്റെ റഹ്മത്ത് എന്ന് പറഞ്ഞാൽ? നമുക്ക് ഇഷ്ടമുള്ളതെല്ലാം നൽകുക എന്നാണോ പടച്ചോന്റെ റഹ്മത്ത്? അള്ളാഹു റഹ്മാനുമാണ്, റഹീമുമാണ്, റഊഫുമാണ്. റാഫത്തുള്ളവനാണ്, റഹ്മത്തുള്ളവനാണ്. റഹ്മത്ത്, അള്ളാഹുവിന്റെ ഈ റഹ്മത്തിന്റെ ഭാഗമാണ് പ്രപഞ്ചം മുഴുവനും.
അള്ളാഹുവിന്റെ ഈ റഹ്മത്ത്, അതിന്റെ ഭാഗമാണ് നമ്മൾ കുട്ടികളോട് കാണിക്കുന്ന റഹ്മത്ത്. ഇതെല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. അപ്പൊ ഈ റഹ്മത്ത് എന്താണ്? കുട്ടികളായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ റഹ്മത്ത് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ റഹ്മത്തും പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ഉദാഹരണം പറയാം. നമ്മളെ കുട്ടി നന്നായി പനിച്ച്, ചെറിയ കുട്ടി 2 വയസ്സുള്ള കുട്ടി നന്നായി പനിച്ച് വിറച്ച്, 3 വയസ്സുള്ള കുട്ടി നന്നായി പനിച്ച് വിറക്കുക. ഈ സമയത്ത് അവൻ വാശി പിടിച്ച് കരയുന്നു, അവന് പൊറോട്ട വേണം. നമുക്കറിയാം, ആ രൂപത്തിൽ പനിക്കുന്ന ഒരു സന്ദർഭത്തിൽ പൊറോട്ട അവന് നൽകിയാൽ അത് അവന്റെ ആരോഗ്യത്തിന് ഗുണകരമല്ലാന്ന്. പക്ഷേ അവൻ വാശി പിടിച്ച് കരയുന്നത് കൊണ്ട് ഞാൻ പൊറോട്ട അവന് നൽകുന്നു. അത് അവന്റെ കരച്ചിൽ നിർത്താനാണ്, അവനോടുള്ള റാഫത്താണ്, പക്ഷെ റഹ്മത്തല്ല. ഞാൻ അവനെയും കൊണ്ട് ഡോക്ടറെ അടുത്ത് പോകുന്നു. ഡോക്ടർ പറയുന്നു അവന് ഇഞ്ചക്ഷൻ ചെയ്യണം. ആ ഇഞ്ചക്ഷൻ ചെയ്യുമ്പോൾ അവൻ കരയുന്നുണ്ട്, അവൻ പൊട്ടിക്കരയുന്നുണ്ട്, ഇഞ്ചക്ഷനോട് വിരോധം പ്രകടിപ്പിക്കുന്നുണ്ട്. അത് അവനോടുള്ള റാഫത്തല്ല, റഹ്മത്താണ്. നമ്മൾ കുട്ടികളോട് കാണിക്കേണ്ടത് റഹ്മത്താണ്. അപ്പോഴേ നമ്മൾക്ക് അള്ളാഹുവിന്റെ റഹ്മത്ത് ലഭിക്കൂ. കുട്ടികളുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഈ പ്രാർത്ഥന നമുക്ക് ലഭിക്കണമെങ്കിൽ എന്താണ് ഈ റഹ്മത്ത് എന്ന് നമുക്ക് മനസ്സിലായല്ലോ. പാരന്റിങ്ങിന്റെ ഭാഷയിൽ നമ്മൾ പറയും, പാരന്റിങ് പറഞ്ഞാൽ കുട്ടികൾക്ക് എന്താണോ നീഡ് അത് നൽകലാണ്, എന്താണോ വാണ്ട് അത് നൽകലല്ല. നമുക്ക് പലപ്പോഴും വാണ്ട്സും നീഡ്സും തമ്മിലുള്ള വ്യത്യാസം തിരിച്ചറിയുന്നിടത്താണ് നമ്മുടെ പാരന്റിങ് എന്ന ആർട്ട് സ്ഥിതി ചെയ്യുന്നത്. അല്ലെങ്കിൽ പാരന്റിങ്ങിന്റെ ബേസിക് ആയിട്ടുള്ള സംഗതി അതാണ്. എന്ത് കുട്ടിക്ക് വേണമെന്ന് തിരിച്ചറിയാൻ, എന്ത് കുട്ടി ആവശ്യപ്പെടുന്നു എന്നതല്ല, കുട്ടിക്ക് ഇഷ്ടം എന്താണെന്നല്ല, കുട്ടിക്ക് ആവശ്യം എന്താണ് എന്ന്. ഇത് ഓരോ തലത്തിലും നമ്മൾക്ക് തിരിച്ചറിയാൻ കഴിയുകയും അവിടെ ആ തിരിച്ചറിവിനനുസരിച്ച് നമ്മൾ പെരുമാറാൻ തുടങ്ങുകയും ചെയ്യുമ്പോൾ നമ്മൾ നല്ല പാരന്റ്സ് ആകും. പാരന്റിങ് പാശ്ചാത്യ നാടുകളിലെല്ലാം വലിയ പഠന വിഷയമാണ്. എന്തുകൊണ്ടാ കാരണം? 1960-70 ശേഷമാണ് പാരന്റിങ് ഒരു സയൻസ് ആയിട്ട് വികസിക്കുന്നത്. ആദമും ഹവ്വയും ഉള്ള കാലം മുതൽക്ക് തന്നെ പാരന്റ്സും ഉണ്ട്. എന്തേ പുതിയ കാലത്ത് പാരന്റിങ് സയൻസ് ആകാൻ കാരണം? 1960 ഒരു ലൈംഗിക വിപ്ലവം ഉണ്ടായി പാശ്ചാത്യ നാടുകളിൽ. ലൈംഗിക വിപ്ലവം എന്തായിരുന്നു? ഇപ്പൊ നമ്മളെ നാട്ടുകളിൽ അങ്ങനെ അടിച്ചു വീശിക്കൊണ്ടിരിക്കുന്ന സിനിമകളിലൂടെയും മറ്റ് എന്റർടൈൻമെന്റുകളിലൂടെയും നമ്മുടെ സോഷ്യൽ മീഡിയകളിലൂടെ എല്ലാം നമ്മുടെ യുവാക്കളെ സ്വാധീനിച്ചു കൊണ്ടിരിക്കുന്ന ആശയം 1970 സ്വാധീനിച്ച പാശ്ചാത്യ നാടുകൾ. എന്താണ് ആശയം? സെക്സിനെ, ലൈംഗികതയെ കുടുംബത്തിൽ നിന്ന് വേർപെടുത്തണം. അതായിരുന്നു ആശയം. കുടുംബം ഉണ്ടായിക്കോട്ടെ, മക്കളുണ്ടായിക്കോട്ടെ, പക്ഷേ സെക്സ് എന്ന് പറഞ്ഞാൽ വൈയക്തികമായ ആസ്വാദനത്തിന് വേണ്ടിയുള്ളതാണ്, വ്യക്തിപരമായ ആസ്വാദനത്തിന് വേണ്ടിയുള്ളതാണ്. അത് കുടുംബത്തിനകത്ത് തളച്ചെടുക്കേണ്ടതല്ല. അതുകൊണ്ട് ലൈംഗികത ഓരോരുത്തരും അവനവന് കഴിയുന്ന രൂപത്തിൽ ആസ്വദിക്കട്ടെ. ഇതാണിപ്പോ പുതിയ കാലത്ത് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ലിബറലിസം എന്നെല്ലാം പേരിട്ട് വിളിക്കുന്ന ഈ സാധനം സത്യത്തിൽ വെറും തോന്നിയാസം മാത്രമാണ്. എങ്ങനെയും ജീവിക്കട്ടെ. പക്ഷെ അവിടെ അതിന്റെ തീർച്ചയായും ആ യുവാക്കളെ സംബന്ധിച്ചിടത്തോളം ആകർഷകമായ ആശയമായിരുന്നു അത് ഉണ്ടായപ്പോ എന്താണ് അതിന്റെ ബൈ പ്രൊഡക്ട്സ് ആയിട്ടുള്ള മക്കളെ കുറിച്ചുള്ള ചിന്തയുണ്ടായി. സ്വാഭാവിക സെക്സിന്റെ ബൈ പ്രൊഡക്റ്റാണ് മക്കൾ. അപ്പൊ മക്കളെ എന്ത് ചെയ്യണം? മക്കളെ സർക്കാർ സംവിധാനങ്ങൾ ഉണ്ടാക്കട്ടെ, ബോർഡിങ്ങുകൾ ഉണ്ടാക്കട്ടെ, ചൈൽഡ് കെയർ ഹോമുകൾ ഉണ്ടാക്കട്ടെ. കാരണം സ്വാഭാവികമായിട്ടും പാരന്റ്സ് രണ്ടുപേരെയും തിരിച്ചറിയാത്ത മക്കളായിരിക്കും ഉണ്ടാവുക. അതുകൊണ്ടാണ് 1980 എഴുതപ്പെട്ട ഒരു പുസ്തകത്തിന്റെ പേരിന് ഫാദർലെസ് അമേരിക്ക എന്ന്. ഞാൻ പറയുന്നത് ഈ ബോർഡിങ്ങുകളിൽ, ചൈൽഡ് കെയർ ഹോമുകളിൽ വളർന്ന മക്കളുടെ സാമൂഹ്യാവസ്ഥകൾ, അവരെ സമൂഹത്തിലേക്ക് കടന്നു വന്നപ്പോഴുണ്ടായ പ്രശ്നങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടപ്പോഴാണ് പാരന്റിങ് ഒരു സയൻസ് ആയി ഡെവലപ്പ് ചെയ്യാൻ കാരണം. അവിടെ എന്തായിരുന്നു പ്രശ്നം? അവർക്കൊരു സാമൂഹ്യമായ ഉത്തരവാദിത്വമില്ല, ഒരു സോഷ്യൽ കമ്മിറ്റ്മെന്റും ഇല്ല, അവർക്ക് മാനസികമായ ആരോഗ്യമില്ല, അവർക്ക് ഇമോഷണൽ ഇന്റലിജൻസ് ഇല്ല, അവർക്ക് വൈകാരികമായ ആരോഗ്യമില്ല, ഒരു പ്രശ്നത്തെ നേരിടാൻ അവർക്ക് സാധിക്കണില്ല. അവർ പൊട്ടിത്തെറിക്കുന്ന സ്വഭാവമുള്ള ആരായിത്തീരുന്നു. ഏത് ഭീകരവാദിക്കും അവരുടെ തലച്ചോറിനെ തട്ടിക്കൊണ്ടുപോകാൻ കഴിയുന്ന അവസ്ഥയുണ്ടാകുന്നു. അവർ കേവലം സ്വന്തത്തെ മാത്രം
ആരാധിക്കുന്ന ഒരു തരം നാർസിസിസ്റ്റിക് മാനസികാവസ്ഥക്ക് വിധേയമാകുന്നു. ഞാൻ മാത്രം മതി, അല്ലെങ്കിൽ എന്റെ സുഖത്തിനപ്പുറത്ത് യാതൊന്നുമില്ല, എനിക്ക് മറ്റുള്ളവര് ആയിട്ട് ബന്ധങ്ങളോ കാര്യങ്ങളോ ഇഷ്ടങ്ങളോ അതൊന്നുമില്ല, എന്റെ സുഖത്തിന് മറ്റുള്ളവർ ആവശ്യമെങ്കിൽ എനിക്ക് വേണം എന്നത് മാത്രമേ ഉള്ളൂ. ഇങ്ങനത്തെ മാനസികാവസ്ഥ. അപ്പോ അത് സാമൂഹികാരോഗ്യത്തിന് പ്രശ്നമാണ്. അടുത്ത തലമുറയാണ് നശിക്കുന്നത്. അപ്പോഴാണ് ഇതിന്റെ കാരണം അന്വേഷിക്കുന്നത്. കാരണം അന്വേഷിക്കുമ്പോഴാണ് ഇത് കുട്ടികൾക്ക് കിട്ടേണ്ട വൈകാരികമായ ഇമോഷണൽ സപ്പോർട്ട്, വൈകാരികമായ സപ്പോർട്ട് ലഭിക്കേണ്ട പ്രായത്തിൽ ലഭിക്കാതിരുന്നാൽ ഉണ്ടാകാവുന്ന അപകടമാണ്, മാനസികമായ അപകടമാണ് ഇത് തിരിച്ചറിയണം. അങ്ങനെയാണ് പാരന്റിങ് ഒരു സയൻസായി മാറുന്നത്. അല്ലാതെ മക്കളെ വളർത്താൻ ഒരു സയൻസും അതിന്റെ തിയറീസും ഒന്നും ഉണ്ടാക്കേണ്ട ഒരു കാര്യം സഹസ്രാബ്ദങ്ങളായിട്ട് ഉണ്ടായിട്ടില്ല. എന്നാൽ ഞാൻ പറഞ്ഞതുപോലെ, നേരത്തെ സൂചിപ്പിച്ചതുപോലെ, മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഒരു സയൻസും വേണ്ട. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുർആൻ പഠിപ്പിച്ച പാഠങ്ങൾ നമ്മൾ പഠിച്ചാൽ മതി. അതാ ഞാൻ പറഞ്ഞത്, റഹ്മത്തുണ്ടാകണം നമുക്ക് കുട്ടികളോട്. ആ റഹ്മത്ത് എന്താണ്? കുട്ടികൾക്ക് എന്താണോ വേണ്ടത് അത് നൽകാൻ നമുക്ക് സാധിക്കണം. കുട്ടികൾ എന്താണ് ആവശ്യപ്പെടുന്നത് അത് നൽകാനല്ല. എപ്പോഴാ പാരന്റിങ് തുടങ്ങേണ്ടത്? കുട്ടികൾ എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമുക്ക് നമ്മുടെ മക്കൾ, ഈ മക്കളുടെ വളർച്ച, ആ വളർച്ചയിൽ നമ്മുടെ ഇൻവോൾവ്മെന്റ് എന്താണ്? ഇതാണ് പാരന്റിങ്. എന്തുകൊണ്ടാണ് മനുഷ്യജീവി എപ്പോഴും പാരന്റിങ് ആവശ്യപ്പെടുന്നത്? മറ്റ് ജീവികൾ ഒരുപാടുണ്ടല്ലോ ഇവിടെ. മറ്റ് ദശലക്ഷക്കണക്കിന് ജീവവർഗങ്ങളുണ്ട്. മനുഷ്യജീവിക്ക് പാരന്റ്സും കുട്ടികളും തമ്മിലുള്ള ബന്ധത്തിൽ വളരെ വലിയൊരു സവിശേഷതയുണ്ട്. ബാക്കിയുള്ള ജീവികൾക്കെല്ലാം നിങ്ങൾ നോക്കുക, ബാക്കിയുള്ള ജീവികൾക്ക്, നമ്മൾ കാണുന്ന ജീവികൾക്കെല്ലാം അവയുടെ പാരന്റ്സിന്റെ ആവശ്യം വരുന്നത് കുട്ടിയുടെ മുലകുടി പ്രായം കഴിയുന്നത് വരെ മാത്രമാണ്. മാമൽസിനെ കുറിച്ചാണ് ഞാൻ പൊതുവെ പറയുന്നത്. മുലകുടി പ്രായം കഴിഞ്ഞാൽ പിന്നീട് പാരന്റ്സിന്റെ ആവശ്യമില്ല കുട്ടികൾക്കൊന്നും, അല്ലേ? എന്താ, അവർ സ്വയം പര്യാപ്തരായി. വീട്ടിൽ വളർത്തുന്ന ആടെടുത്താൽ, അല്ലെങ്കിൽ പശുവെടുത്താൽ, അതല്ലെങ്കിൽ പൂച്ചയെടുത്താൽ എല്ലാം നമുക്ക് കാണാൻ കഴിയുന്ന കാര്യമാണത്. നമ്മുടെ കുട്ടിയുടെ മുലകുടി പ്രായം 2 വയസ്സാണ്. 2 വയസ്സ് കഴിഞ്ഞാൽ കുട്ടിക്ക് സ്വയം പര്യാപ്തത വരുമോ? കുട്ടിയോട്, മോനെ 2 വയസ്സായി, നീ സ്വയം പര്യാപ്തനായി, നീ അമ്മാന്റെ ആവശ്യമില്ല, വാപ്പാന്റെ ആവശ്യമില്ല, നീ ജീവിച്ചോന്ന് പറയാൻ നമുക്ക് കഴിയില്ല. കുട്ടിക്ക് കഴിയോ? ഇല്ല. അതിന് 13 വയസ്സെങ്കിലും ആകണം സ്വയം പര്യാപ്തത വരാൻ, അഡോളസൻസിലെങ്കിലും എത്തണം. എന്തുകൊണ്ടാണ് ദീർഘമായ ബാല്യം ഉണ്ടാകുന്നത്? തലച്ചോറിന്റെ വളർച്ച നടക്കുന്നത് ഈ സമയത്താണ്. മനുഷ്യ ശിശുവിന് തലച്ചോറിന്റെ വളർച്ചയുണ്ടാകുന്നത് ജനനത്തിന് ശേഷമാണ്. ഏകദേശം 344 ഗ്രാം തലച്ചോറുമായി ജനിക്കുന്ന കുട്ടി പ്രായപൂർത്തി എത്തുമ്പോൾ 1440 ഗ്രാം തലച്ചോറായി മാറുന്നു. ബാക്കി ജീവികൾക്കെല്ലാം 50%, 60%, 70% തലച്ചോറുമായിട്ടാണ് ജനിക്കുന്നത്. മനുഷ്യ ശിശുവിന്റെ തലച്ചോറിന്റെ വളർച്ചയുടെ ഘട്ടങ്ങളിൽ നടക്കുന്ന വലിയ ചില പ്രോസസ്സുകളുണ്ട്. നമ്മുടെ തലച്ചോറ് എന്ന് പറഞ്ഞാൽ കുറെ ന്യൂറോണുകളാണ്. ആ ന്യൂറോണുകളെ പരസ്പരം ബന്ധിപ്പിക്കുന്ന ഭാഗമാണ് സിനാപ്സുകൾ എന്നറിയപ്പെടുക. ആ സിനാപ്സുകൾക്കകത്താണ് നമുക്ക് ലഭിക്കുന്ന അറിവ് ശേഖരിക്കപ്പെടുന്നത്. ചെറിയ കുട്ടിക്ക് ലഭിക്കുന്ന അറിവ് ശേഖരിക്കപ്പെടുന്നു സിനാപ്സുകൾക്കകത്ത്. ആ ശേഖരിക്കപ്പെടുന്ന അറിവിന്റെ അടിസ്ഥാനത്തിലാണ് തലച്ചോറിന്റെ വളർച്ച ഇങ്ങനെ നടക്കുന്നത്. ആ തലച്ചോറിന്റെ വളർച്ച നടക്കുന്ന ഘട്ടങ്ങളിൽ, ജനനത്തിന് ശേഷമുള്ള ഓരോ ഘട്ടത്തിലും പാരന്റ്സിന് അവരുടേതായ ഇൻവോൾവ്മെന്റ് ഉണ്ട്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതിന് ഘട്ടങ്ങളായി തിരിച്ചുകൊണ്ട് ആ രംഗത്തെ ശാസ്ത്രജ്ഞന്മാർ ഇത് തിരിക്കാറുണ്ട്. 3 വയസ്സ് വരെയുള്ള കാലത്തുള്ള പാരന്റിങ്, 6 വയസ്സ് വരെയുള്ള കാലത്തുള്ള പാരന്റിങ്, അതിനുശേഷമുള്ള 13 വയസ്സ് വരെയുള്ള കാലത്തെ പാരന്റിങ്. ശരിക്കും പാരന്റിങ് പ്രസക്തമാകുന്നത് ഇപ്പോൾ നമ്മൾ പറയുന്ന മദ്രസയുടെ കാലല്ലേ, ആ സമയത്താ. പക്ഷെ പാരന്റിങ് നമ്മൾക്ക് ഒരു പ്രശ്നമാകാറുള്ളത് അതിനുശേഷമാണ്. എന്തുകൊണ്ടാണത്? പാരന്റിങ്ങിനെ കുറിച്ച് പറയാ, തലച്ചോറിന്റെ വളർച്ചയിൽ ആ പ്രാഥമിക ഘട്ടത്തിൽ കുട്ടിയെല്ലാം പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. രണ്ടാമത്തെ ഘട്ടത്തിൽ
കേൾക്കുന്നതെല്ലാം, അറിയുന്നതെല്ലാം, മനസ്സിലാക്കുന്നതെല്ലാം, ചുറ്റുപാടുകളിൽ നിന്ന് ലഭിക്കുന്നതെല്ലാം തലച്ചോറിനകത്തേക്ക് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. ആ സമയത്തുള്ള നിങ്ങളുടെ സ്പർശം, നിങ്ങളുടെ സംസാരം, നിങ്ങളുടെ എല്ലാം കുട്ടി അതിന്റെ അടിസ്ഥാനത്തിൽ കുട്ടിന്റെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ആവണത്. അങ്ങനെ വളർന്ന് ആണ് പിന്നെ അടുത്ത ഘട്ടത്തിലേക്കെല്ലാം കിടക്കുന്നത്. ഓരോ ഘട്ടങ്ങളും വിശദീകരിക്കുകയാണെങ്കിൽ തന്നെ മണിക്കൂറുകൾ വേണം. സിനാപ്റ്റിക് പ്രൂണിങ് നടക്കുന്നു, അതിനുശേഷമുള്ള വളർച്ചയുണ്ടാകുന്നു. ഇവിടെ മാതാക്കളാണ് കൂടുതൽ, അവർക്ക് കൂടി മനസ്സിലാകുന്ന ഭാഷയിൽ ഞാൻ ഈ ഒരു ഡെവലപ്മെന്റിന്റെ ഒരു അടുക്കള ഭാഷ പറയാം. കുഞ്ഞിന്റെ നമ്മൾ ജനിക്കുമ്പോൾ കുട്ടിക്ക് നമുക്ക് ലഭിക്കുന്നത് കുറച്ച് ഗോതമ്പ് മാവാണ്. നമുക്ക് എന്താണ് അതുകൊണ്ട് ഉണ്ടാക്കേണ്ടതെന്ന് തീരുമാനിക്കുന്നത് നമ്മളാണ്. അതുകൊണ്ട് ചപ്പാത്തി ഉണ്ടാക്കാം, ഭൂരി ഉണ്ടാക്കാം, നെയ്യപ്പം ഉണ്ടാക്കാം, മറ്റെന്തെങ്കിലും പലഹാരം ഉണ്ടാക്കാം, എല്ലാം ചെയ്യാം. തീരുമാനിച്ചാൽ അതിനനുസരിച്ച് വെള്ളം ചേർക്കേണ്ട, നെയ്യ് ചേർക്കേണ്ട, അത് കുഴച്ച് പാകമാക്കേണ്ട സമയമാണ് 3 വയസ്സ് വരെയുള്ള സമയം. ഈ 3 വയസ്സ് വരെയുള്ള സമയത്ത് ഇതെല്ലാം കുഴച്ച് പാകമാക്കണം. അതിലെന്തൊക്കെ ചേർക്കണമെന്ന് നമ്മൾ തീരുമാനിക്കണം. എന്തൊക്കെ ചേർക്കണം, അത് ചേർക്കേണ്ട അനുപാതത്തിൽ ചേർക്കാൻ കഴിയണം. അങ്ങനെ അത് കഴിഞ്ഞ് പിന്നീട് നമ്മൾ 6 വയസ്സ് വരെയുള്ള സമയത്ത് അത് ഏത് ആകൃതിയിലാണോ, നമ്മൾ ചപ്പാത്തി ആണെങ്കിൽ ചപ്പാത്തി ഏത് ആകൃതിയിലാണ് വേണ്ടത് നമ്മൾ തീരുമാനിക്കുന്ന സമയമാണ്. വട്ടത്തിലുണ്ടാക്കാം, ചതുരത്തിലുണ്ടാക്കാം, വേറെന്തെങ്കിലും ആകൃതിയിൽ ഉണ്ടാക്കാം. അത് തീരുമാനിച്ച് അതനുസരിച്ച് പരത്തിയെടുക്കുന്ന സമയമാണ്. പിന്നീട് 13 വയസ്സ് വരെ, അഡോളസൻസ് വരെയുള്ള സമയത്ത് അത് ചുട്ടെടുക്കുന്ന സമയമാണ്. ചുട്ടെടുത്ത് കഴിയുമ്പോൾ എന്താണോ നമ്മൾ ചെയ്തത് അതനുസരിച്ചുള്ള റിസൾട്ട് നമുക്ക് കിട്ടി. ആ സമയത്ത് നമ്മൾക്ക് ഒരു വട്ടത്തിലുള്ള ചപ്പാത്തി കിട്ടുമ്പോൾ നമ്മൾ അപ്പോഴാണ് പാരൻസിന് തോന്നുക, ഇത് നമ്മൾ വിചാരിച്ചിരുന്നത് നെയ്യപ്പായിരുന്നു, പക്ഷെ കിട്ടിയത് ചപ്പാത്തി പോയി. ആ സമയത്താണ് ഞാൻ ചതുരത്തിലുള്ള ചപ്പാത്തിയാണ് വിചാരിച്ചത്, അത് വട്ടത്തിലായി പോയി എന്ന് പറഞ്ഞിട്ട് 4 സൈഡിൽ നിന്നും എന്താക്കണത് ചതുരാക്കാൻ വേണ്ടിയുള്ള അടി ഉപദേശം, കൗൺസിലിംഗ് എല്ലാം തുടങ്ങുന്നത്. കാരണം അത് പ്രകടിപ്പിക്കാൻ തുടങ്ങുന്ന ആ സമയത്താണ്. യഥാർത്ഥത്തിൽ ക്യാരക്ടറിന്റെ ഭാഗമായി, സ്വഭാവത്തിന്റെ ഭാഗമായി, വളർച്ചയുടെ ഭാഗമായി, കുട്ടിയുടെ പേഴ്സണാലിറ്റിയുടെ ഭാഗമായി മൂല്യങ്ങൾ മുഴുവനും നൽകേണ്ട സമയം അഡോളസൻസ് വരെയുള്ള സമയമാണ്. ആ സമയത്ത് നൽകുന്ന മൂല്യങ്ങൾ അവിടെ വളരെ കൃത്യമായി അതിന്റെ പേഴ്സണാലിറ്റിയുടെ ഭാഗമായി മാറും. നമ്മുടെ എല്ലാം വ്യക്തിത്വം രൂപപ്പെട്ടിട്ടുള്ളത് നമ്മുടെ മാതാപിതാക്കളുമായുള്ള, നമ്മുടെ ചുറ്റുപാടുമായുള്ള നമ്മുടെ സംവേദനങ്ങളിലൂടെയാണ്, നമ്മുടെ ഇന്ററാക്ഷൻസ് വഴിയാണ്. നമ്മുടെ ടീച്ചേഴ്സുമായിട്ടുള്ള ഇന്ററാക്ഷൻസ്, മാതാപിതാക്കളുമായിട്ടുള്ള ഇന്ററാക്ഷൻസ്, നമ്മുടെ പാരന്റ്സുമായിട്ടുള്ള ഇന്ററാക്ഷൻസ്, കൂടുതൽ പാരന്റ്സ് ആയിട്ടുള്ള ഇന്ററാക്ഷൻ. ഇങ്ങനെയാണ് നമ്മുടെ എല്ലാം പേഴ്സണാലിറ്റി രൂപപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ എല്ലാം പേഴ്സണാലിറ്റിയിൽ ഒരു ഹ്യൂമൻ ടച്ച് ഉണ്ട്. എന്നാൽ ഇന്ന് ഉസ്താദുമാരുള്ള നാം പലപ്പോഴും പറയാറുണ്ട്, ഇന്ന് നാം പഠിപ്പിക്കുന്ന കുട്ടികൾ, അതിന് നമ്മൾ പറയാ ആൽഫാജൻ എന്നാണ്. ആൽഫാജന്റെ പ്രത്യേകത എന്താണ്? ഏറ്റവും പുതിയ ജനറേഷനാണ്. 2010 മുതൽ 2024 വരെ ജനിക്കുന്ന കുട്ടികൾ. ആ ആൽഫാജന്റെ പ്രത്യേകത എന്താണ്? ആൽഫാജൻ ഇൻസ്റ്റഗ്രാമിനോടൊപ്പം വളർന്നവരാണ്. ഇൻസ്റ്റഗ്രാം ഉണ്ടായത് ആ സമയത്താ. ആൽഫാജന്റെ പ്രത്യേകത, അവർ വളരെ അവരുടെ തലച്ചോറിന്റെ വികാസം പൂർണ്ണമായും നടന്നിട്ടുള്ളത് സോഷ്യൽ മീഡിയ, ഇലക്ട്രോണിക് മീഡിയ ഇന്ററാക്ഷൻസ് വഴിയാണ്. അതിന്റെ മുമ്പ് ഒരു ജൻ ഉണ്ടായിരുന്നു, സെഡ് ജനറേഷൻ. ആ ജന്റെ തലച്ചോറിന്റെ വളർച്ച നടന്നിട്ടുള്ളത് പാരന്റൽ ഇന്ററാക്ഷൻ ഉണ്ട്, അതോടൊപ്പം തന്നെ ഇലക്ട്രോണിക് മീഡിയയുടെ ഇന്ററാക്ഷനും ഉണ്ട്. എന്നാൽ പുതിയ ജനറേഷൻ, ആ ജനറേഷന്റെ കംപ്ലീറ്റ് തലച്ചോറ് വളർച്ച നടന്നിട്ടുള്ളത് ഈ സോഷ്യൽ മീഡിയ ഇന്ററാക്ഷൻസ് വഴിയാണ്. ആ സോഷ്യൽ മീഡിയ ഇന്ററാക്ഷൻസ് വഴി തലച്ചോറിന്റെ വളർച്ച നടന്നിട്ടുള്ള കുട്ടികൾ, ആ കുട്ടികൾക്ക് സ്വാഭാവികമായും മനുഷ്യപ്പറ്റില്ല, ഈ പാരന്റൽ ഇന്ററാക്ഷൻസ് ഇല്ല. കാരണം അവരുടെ ഇപ്പോൾ പറയുന്ന നേരത്തെ ഡോക്ടർമാരും മുഹമ്മദ് സാഹിബും എല്ലാവരും സൂചിപ്പിച്ച പ്രശ്നങ്ങളില്ലേ, ഈ പ്രശ്നങ്ങളിൽ നല്ലൊരു ശതമാനത്തിന്റെയും അടിസ്ഥാനപരമായ കാരണം അവരുടെ തലച്ചോറിന്റെ വികാസത്തിന്റെ സമയത്ത് സംഭവിച്ചിട്ടുള്ള ഈ ഇന്ററാക്ഷൻസ് ആണ് നമ്മളുടെ തലച്ചോറിനെ രൂപപ്പെടുത്തുന്നത് തന്നെ.
നമുക്ക് ലഭിക്കുന്ന സ്ട്രോക്സ് ആണ് സൈക്കോളജിയുടെ ഭാഷയിൽ പറയാ. ആ സ്ട്രോക്സ് പാരന്റ്സിൽ നിന്ന് ലഭിച്ചാൽ ആ രൂപം ഉണ്ടാകും, മനുഷ്യരിൽ നിന്ന് ലഭിക്കുമ്പോൾ ആ രൂപം ഉണ്ടാകും. അതേസമയം ഇലക്ട്രോണിക്സിൽ നിന്ന് ലഭിക്കുമ്പോൾ അതിന് ആ രൂപം ഉണ്ടാകും. അതിന് കേവലമായ സാങ്കേതികതകൾ മാത്രമേ ഉണ്ടാകൂ. അവിടെയാണ് പ്രശ്നം സ്ഥിതി ചെയ്യുന്നത്. നിങ്ങൾ കണ്ടിട്ടില്ലേ, ഇപ്പോ തന്നെ നമുക്ക് നിങ്ങൾ ആലോചിക്കുക, കുട്ടികളുടെ അറ്റൻഷൻ സ്പാൻ വളരെ കുറവാണ്. സ്കൂളുകളിലെല്ലാം പഠിപ്പിക്കുന്ന ആളുകൾ, പാരന്റ്സ് എല്ലാം ഏറ്റവും കൂടുതൽ പറയുന്ന ഒരു കംപ്ലൈന്റ് ആണത്. അറ്റൻഷൻ സ്പാൻ വളരെ കുറവാ. കുട്ടികളെ പഠിപ്പിക്കാൻ ഇരുത്താൻ പറ്റണില്ല, പഠിക്കണില്ല, അങ്ങോട്ട് പോവാണ്, ഇങ്ങോട്ട് പോവാണ്, തലച്ചോറ് അങ്ങോട്ട് പോവാണ്, ഇതിലിരിക്കുകയാണ്. കാരണം എന്താണ്? നമ്മളെ അവരുടെ തലച്ചോറിന്റെ വളർച്ച തന്നെ എന്തിലാണ് വളർന്നിട്ടുള്ളത്? സ്ക്രോൾസിലാണ് അല്ലെ? ഇപ്പോ നമ്മളെ സ്പീഡ് നിങ്ങൾ നോക്കുക. ഇപ്പൊ തന്നെ പലപ്പോഴും ആശ്ചര്യപ്പെടാറുണ്ട്. നമ്മള് മണിക്കൂറുകളോളം പ്രസംഗം കേട്ടിരുന്ന ആളുകളാണ് നമ്മള്. 2-3 മണിക്കൂർ അല്ലെ? ഒരു സമദാനിയുടെ പ്രസംഗം ഉണ്ടെന്ന് പറഞ്ഞാൽ ചിലപ്പോ കോഴിക്കോട് ബീച്ചിലെല്ലാം റമദാനിലെല്ലാം നടക്കുന്ന പ്രസംഗം എന്ന് പറഞ്ഞാൽ ആസ്വാദനത്തിന് വേണ്ടി പിന്നെ വണ്ടി എടുത്തിട്ട് എറണാകുളത്ത് നിന്ന് പോണ സാധുക്കൾ ഉണ്ടായിരുന്നു അന്ന്. അത് ശരിയോ തെറ്റെന്നുള്ള വേറെ പ്രശ്നം അല്ലേ? കാരണം 3-4 മണിക്കൂർ പ്രസംഗം കേൾക്കുന്ന. ഇപ്പൊ നമുക്ക് 2 മിനിറ്റ് ഒരു വോയിസ് മെസ്സേജ് കേൾക്കാൻ കഴിയുന്നില്ല. 1.5x-ലോ 2x-ലോ ഇടാതെ ഒരു വോയിസ് മെസ്സേജ് കേൾക്കുന്ന എത്ര ആളുണ്ട് നിങ്ങൾക്കിടയിൽ, നമുക്കിടയിൽ? ഇനി പുതിയ ഭാഷ മാറുകയാണ്. കാരണം ഇത് കേട്ട് പറച്ചിലും അങ്ങനെയാകുവാണ്. സ്വാഭാവികമാണത്. കമ്മ്യൂണിക്കേഷനിൽ ഈ സ്പീഡ് വന്ന് അങ്ങനെ തന്നെ സംസാരമാണ്. പലപ്പോഴും പഴയ തലമുറയിൽപ്പെട്ട പഴയതെന്നല്ല, നമ്മുടെ എല്ലാ തലമുറയിൽപ്പെട്ട ആൾക്കാർക്ക് തന്നെ മക്കൾ പറയണത് മനസ്സിലാവില്ല. പച്ച മലയാളത്തിലാണ് അവർ പറയണത്, പക്ഷെ മനസ്സിലാവില്ല. കാരണം എന്താണ്? ഒരു 2x-ലാണ് സംസാരിക്കുന്നത്. ഈ ഒരു സമയത്ത് ഇതെല്ലാം വളരെ, ഞാൻ പറയുന്നത് ഈ സമയത്ത്, ക്യാരക്ടർ ഡെവലപ്മെന്റിന്റെ ഈ സമയത്ത് അവിടെ ഇടപെടാൻ കഴിയണം. അവിടെയാണ് ഈ മദ്രസ എംപവർമെന്റ് പ്രോഗ്രാമുകളുടെ എല്ലാം പ്രസക്തി. നേരത്തെ പറഞ്ഞല്ലോ, ഇപ്പൊ പാരന്റിങ്ങിന്റെ സയൻസ് എന്ന് പറഞ്ഞാൽ വാൺസും നീഡ്സും തിരിച്ചറിയലാണ്. എന്താണ്? പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ തന്നെ നമുക്കതിന്റെ പാഠങ്ങളുണ്ട്. നമ്മൾക്ക് സ്നേഹിക്കാൻ അറിയാം. തീർച്ചയായും നമുക്ക് സ്നേഹമുണ്ട് കുട്ടികളോട്. അതുകൊണ്ടാണ് നിങ്ങളെല്ലാം ഇങ്ങനെ വന്നിരിക്കുന്നത്. അല്ലെങ്കിൽ അന്ന് രാവിലെ ചായ കുടിക്കാതെ ഇവിടെ വന്നിരിക്കാൻ ആരും കിട്ടൂല. നമ്മൾ ചെയ്യുന്നത് നമുക്ക് കുട്ടികളെ സ്നേഹം, പക്ഷേ സ്നേഹിക്കേണ്ടത് എങ്ങനെ എന്ന് നമ്മൾക്കൊന്ന് പ്രവാചകൻ നിന്ന് പഠിക്കണ്ടേ? നമ്മളെ സ്നേഹം എന്ന് പറഞ്ഞാൽ നമ്മുടെ കുട്ടികളുടെ മനസ്സിൽ പോലും ഇപ്പോഴും ഇപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ, ഐ ലവ് യു എന്ന് കുട്ടികൾ, 3 വയസ്സുള്ള 4 വയസ്സുള്ള കുട്ടികൾ ഐ ലവ് യു എന്ന് പറയുമ്പോൾ ഒരു കുഴപ്പമില്ല. എൻ്റെ മകൻ എന്നോട് ഐ ലവ് യു എന്ന് പറഞ്ഞാൽ ഒരു കുഴപ്പമില്ല. പക്ഷേ ആ ലവ് റൊമാൻസ് ആണ്. ആ റൊമാൻസിനപ്പുറത്ത് ലവ് പോലും അവർക്കില്ല. ആ റൊമാൻസ് തന്നെ എന്താണ്? ഇഷ്ടം മാത്രമാണ്, സ്നേഹമല്ല. അതുകൊണ്ടാണല്ലോ എനിക്ക് ഇഷ്ടപ്പെട്ടത് കിട്ടാതിരുന്നാൽ, നമ്മൾക്ക് അറിയാലോ ഇഷ്ടവും സ്നേഹവും തമ്മിലുള്ള വ്യത്യാസം. അത് വേറൊരു വിഷയമാണ്, അത് വളരെ വിശദമായി പറയേണ്ടതാണ്. ഇഷ്ടപ്പെട്ടത് കിട്ടാതിരിക്കുമ്പോൾ സംഭവിക്കുന്നതാണ് നമ്മൾ കാണാറുണ്ട്. കമിതാക്കളുടെ കൊലപാതകങ്ങൾ ഒരുപാട് കുറെ കാലമായിട്ട് നമ്മൾ കേട്ടല്ലോ. എന്താ? എനിക്ക് അവളെ ഇഷ്ടമാണ്, എനിക്ക് അവളെ കിട്ടിയില്ല, അതുകൊണ്ട് പിന്നെ അവൾ ജീവിക്കണ്ട, ഞാനും ജീവിക്കണ്ട, പറച്ച് നശിപ്പിച്ച് 2 പേരും മരിച്ചു കളയാൻ. ഇതെന്തുകൊണ്ടാണ്? ഇഷ്ടം ആണ് പലപ്പോഴും നമ്മൾ സ്നേഹമായി തെറ്റിദ്ധരിക്കുന്നത്. ഇഷ്ടം കുറച്ചുകൂടി ഒബ്ജക്റ്റീവാണ്, സബ്ജക്റ്റീവ് അല്ല. സ്നേഹം വളർച്ചക്കുള്ളതാണ്, ഇഷ്ടം നേടിയെടുക്കലിനുള്ളതാണ്. ഞാനത് വിശദീകരിക്കണില്ല. ഞാൻ പറയും നമ്മുടെ കുട്ടികൾ അതാണ് പഠിക്കണേ. എന്താ കാരണം? ചെറുപ്പത്തിൽ കാണുന്നത് മുഴുവനും അതാണ്, കേൾക്കുന്നത് മുഴുവനും അതാണ്. അപ്പോ അവിടെയാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് ഇഷ്ടം എങ്ങനെ, സ്നേഹമെന്ത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിക്കണം. പ്രവാചകൻ സ്നേഹം പ്രകടിപ്പിക്കുന്നുണ്ട് അല്ലെ? പേരക്കുട്ടികളായ ഹസനെയും ഹുസൈനെയും എല്ലാം തലയിൽ കയറ്റി അദ്ദേഹം സ്നേഹപ്രകടനം നടത്തുകയാണ്. കുട്ടികളുമായി അനുയായികളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുകയാണ്. ഞാൻ ഈ കുട്ടികളെ ഇഷ്ടപ്പെടുന്നു, നിങ്ങളും ഇഷ്ടപ്പെടണേ. അതൊരു വല്ലാത്ത പ്രകടനമാണ്. എൻ്റെ മക്കളെ ഞാൻ സ്നേഹിക്കുന്നു എന്ന് എൻ്റെ ചുറ്റുപാടുമുള്ളവർ അറിയേണ്ടത് കേവലം ബയോളജിക്കലായിട്ടുള്ള ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലല്ല, ഞാനും മക്കളും തമ്മിൽ നടക്കുന്ന സംവേദനങ്ങളിൽ നിന്നാണ്, വർത്തമാനങ്ങളിൽ നിന്നാണ്, കൊള്ളക്കൊടുക്കലുകളിൽ നിന്നാണ്. അത് ചെറുപ്പത്തിൽ മാത്രം ഉണ്ടാവേണ്ടതല്ല. ചിലർക്ക് ഒരു നഴ്സറി പ്രായങ്ങളിൽ ഭയങ്കര അറ്റാച്ച്മെന്റും അടുപ്പലായിരിക്കും. വലുതാകുന്നതിനനുസരിച്ച് അതിങ്ങനെ കുറഞ്ഞു വരും. ഉണ്ടാകരുത്.
അഡോളസൻസ് വരെ നിങ്ങളുടെ അറ്റാച്ച്മെന്റ് കുട്ടികൾക്ക് ബോധ്യപ്പെടണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പാഠമാണത്. അതിന്റെ ശാസ്ത്രം ഇൻഷാ അല്ലാഹ് നമുക്ക് പഠിക്കണം, ഇൻഷാ അല്ലാഹ് പറയാം ഇൻഷാ അല്ലാഹ്. ഇവിടെ നമ്മൾ പ്രവാചകൻ എന്നുള്ള പാഠം എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ പാരന്റിങ്ങുമായി ബന്ധപ്പെട്ട് പറയാറുണ്ട്, പാരന്റിങ് ഈസ് ദ ആർട്ട് ഓഫ് സിങ്ക്രണൈസിങ് ലിമിറ്റ്സ് ആൻഡ് ലവ്. നമുക്ക് ലവ് കൂടിയാൽ ലിമിറ്റ്സ് എന്താണെന്ന് നമുക്ക് മനസ്സിലാവില്ല. ലിമിറ്റ്സ് കൂടിയാൽ ലവ് എങ്ങനെ പ്രകടിപ്പിക്കണം നമുക്ക് മനസ്സിലാവില്ല. ഇത് സത്യത്തിൽ ഒരു സീസോയാണ്. സീസോയിലുള്ളതുപോലെ രണ്ടിനെയും സിങ്ക്രണൈസ് ചെയ്യാൻ പറ്റണം. നമ്മൾ സ്നേഹം കൂടിയിട്ട് ലിമിറ്റ് നഷ്ടപ്പെടും. അത് അവിടെയാണ് ഞാൻ ഇത് പറഞ്ഞല്ലോ, എന്തുകൊണ്ടാണ് കുട്ടി മൊബൈൽ അഡിക്റ്റ് ആകുന്നതെന്ന് ചോദ്യത്തിനുള്ള ഉത്തരം ചെറുപ്പത്തിൽ കുട്ടി നിങ്ങൾ ഇതിനെ അഡിക്റ്റായി ഇങ്ങനെ ഇരിക്കുന്നത് കാണുമ്പോൾ കുട്ടി അത് ആവശ്യപ്പെട്ടു, ഒരു ഹരത്തിന് കൊടുത്തു, കുട്ടിക്ക് ഒരു ടോയ് ആയി അത് മാറി. ആ ടോയിൽ നിന്ന് കുട്ടിക്ക് കിട്ടേണ്ട ഡോപ്പമിൻ കിട്ടിക്കൊണ്ടിരുന്നു. അപ്പോൾ ഡോപ്പമിൻ കൂടുതൽ കൂടുതൽ കിട്ടണം. ഡോപ്പമിൻ കിട്ടണമെങ്കിൽ കുട്ടി കൂടുതൽ അഡിക്ഷനിലേക്ക് പോകും. പാശ്ചാത്യ നാടുകളിലെല്ലാം പിന്നെ ഡി അഡിക്ഷൻ സെന്ററുകൾ തുടങ്ങിക്കഴിഞ്ഞു. സോഷ്യൽ മീഡിയ ഡി അഡിക്ഷൻ സെന്ററുകൾ ഇന്ത്യയിലും തുടങ്ങിയതാണ് എൻ്റെ അറിവ്. എന്താ കാരണം? അഡിക്ഷൻ വരികയാണ്. എങ്ങനെ അഡിക്ഷൻ? നേരത്തെ ഡോക്ടർ പറഞ്ഞല്ലോ, തലച്ചോറിൽ പിന്നെ നിങ്ങൾ മരിജ്വാന കഴിക്കുമ്പോൾ അതല്ലെങ്കിൽ മറ്റ് ഡ്രഗ്സ് അപകടകരമായ ഡ്രഗ്സ് കഴിക്കുമ്പോൾ ഏതൊരു കേന്ദ്രമാണ് ഉത്തേജിതമാകുന്നത്, അതേ സാധനമാണ് ഈ സോഷ്യൽ മീഡിയ അഡിക്ഷൻ നിന്നും ഉത്തേജിതമാവുന്നത്. ഇത് നമ്മൾ കൊടുക്കുന്നത് എന്താണ്? ഇതായിട്ടാണ്, പിന്നെ ഒരു ടോയ് ആയിട്ടാണ്. ചെറുപ്പത്തിൽ ഉമ്മമാരെല്ലാം പിന്നെ കുട്ടി ഭക്ഷണം കഴിക്കാതിരുന്നാൽ, കരഞ്ഞാൽ അല്ലുള്ളത് ഇതാണ്, കാർട്ടൂണാണ് ഇതിന്റെ പിന്നെ അല്ലെങ്കിൽ കുട്ടികൾക്ക് എന്നുള്ള രൂപത്തിൽ നമ്മൾ മനസ്സിലാക്കിയ കുറെ സാധനങ്ങളാ കൊടുക്കണേ. നമ്മൾ മനസ്സിലാക്കിയത് കുട്ടികൾക്കുള്ളതാണോ അത്? ആ മനസ്സിലാക്കിയത് എന്തിന്റെ അടിസ്ഥാനത്തിലാ? നമ്മളെ തലച്ചോറിൽ ഇതിന്റെ കമ്പനികൾ അടിച്ചേൽപ്പിച്ച മിഥ്യാധാരണകളുടെ അടിസ്ഥാനത്തിൽ. എന്തിനാണ് ആ മിഥ്യാധാരണ? അവർക്ക് അവരുടെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് ഉണ്ട്. ആ മാർക്കറ്റിങ്ങിനനുസരിച്ചാണ് കുട്ടികൾ വളർത്തപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോ നമ്മളെ അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നോക്കുക, എവിടെ ഇത്രയും സ്നേഹമുള്ള പ്രവാചകൻ, ആ പ്രവാചകന്റെ ജീവിതത്തിൽ ഈ ഹസൻ റളിയല്ലാഹു അൻഹുവിന്റെ തന്നെ ആ പ്രവാചകൻ എത്രത്തോളം റസൂലുള്ളാഹി എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലുള്ള ഒരു ചിത്രം ഉണ്ടല്ലോ. ആ ചിത്രത്തിന്റെ നമ്മുടെ റസൂലിന്റെ വീട്ടിൽ പോയാൽ ആ ചിത്രത്തിൽ തികച്ചും ഭിന്നമാണ് റസൂലുള്ളാഹി. കുട്ടികളെ പുറത്ത് കയറ്റുന്നു, ആനയാകുന്നു, കുട്ടികളായിട്ട് കളിക്കുന്നു. ഭാര്യമാരുടെ അടുക്കളയിൽ ചെല്ലുന്നു, അവരോടൊപ്പം അവരെ അടുക്കളയിൽ അവരോടൊപ്പം പിന്നെ പണികളെടുക്കുന്നു, അവരോട് അടുക്കളയിൽ വെച്ച ശൃംഗാര ലീലകളിൽ ഏർപ്പെടുന്നു. ഇടയ്ക്ക് നിസ്കാരത്തിന് പോകുന്ന സമയത്ത് പോലും അവരെ ഉമ്മ വെച്ചുകൊണ്ട് കടന്നു പോകുന്നു. അതെല്ലാം വേറെ ദാമ്പത്യവുമായി ബന്ധപ്പെട്ട വേറെ വിഷയങ്ങളാണ്. ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, അങ്ങനെയുള്ള പ്രവാചകൻ പക്ഷേ മദീനയിലെ പള്ളിയുടെ പുറത്ത് സക്കാത്തിന്റെ കാരക കൂട്ടിയിട്ടപ്പോ ആ കാരക്കയിൽ ഒരെണ്ണം എടുത്ത് ഹസൻ റളിയല്ലാഹു അൻഹു വായിലിട്ട് ചവച്ച പ്രവാചകൻ ഓടിയെത്തുന്നു. അവിടെ ഹസന്റെ വായിൽ നിന്ന് ആ കാരക്ക പുറത്തേക്ക് തുപ്പിച്ചു കളയുന്നു. മോനെ, നിനക്കറിയില്ലേ ഇത് നമുക്ക് പറ്റിയതല്ല എന്ന്. പ്രവാചക കുടുംബത്തിന് സക്കാത്ത് ഭക്ഷിക്കാൻ പാടില്ല. എന്തൊക്കെ ചിന്തിക്കാം ഒരു പാരന്റ് എന്നുള്ളത്. ഈ ചെറിയ കുട്ടി അത് തിന്നുന്നുള്ളതാണ്. എന്താ വരാൻ പോണത്? ഒരു കാരക്കൊക്കെ വരും 10 കാരക്ക കൊടുക്കാലോ നമുക്ക് തിരിച്ച്. ആ ഒരു കാരക്കൊക്കെ വരും 10 കൊടുക്കാലോ, ഒരു പ്രശ്നമില്ലല്ലോ. ഒരു പൊതുമുതൽ എന്നുള്ള നിലക്ക് കുട്ടി തിന്നു പോയതാണ് പ്രശ്നമെങ്കിൽ കൊടുത്താൽ പോരെ, അവനെ കരയിക്കണോ? ഇങ്ങനെയെല്ലാം ചിന്തിക്കുക. അല്ല, അവിടെ തിരുത്തേണ്ട സമയത്ത് തിരുത്തണം. അതാണ് ആ പാഠം. അതേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദീൻ പഠിപ്പിച്ചത് നിങ്ങൾ നോക്കുക. നമ്മളെ ദീൻ പഠിപ്പിക്കുന്ന രീതികൾ ഉസ്താദുമാരടക്കം ശ്രദ്ധിക്കേണ്ടത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ദീൻ പഠിപ്പിച്ച രീതി, ഒരു ദിവസം പ്രവാചകന്റെ ളുഹർ നിസ്കാരം കുറെ നീളുകയാണ്. നിസ്കാരത്തിലെ സുജൂദ് നീണ്ട സമയത്ത് സ്വഹാബിമാർക്ക് എന്താണ് ഇത്ര നീളാൻ കാരണം എന്ന് തോന്നി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമസ്കാരത്തിന് ശേഷം ചോദിച്ചു, സഹാബിമാർ, എന്താ പ്രവാചകരെ സുജൂദിന് ഇത്ര നീളം? അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്റെ മകൻ എന്നെ വാഹനമാക്കി, അവനെ
വെറുപ്പിക്കുന്നത്, അവനെ പ്രയാസപ്പെടുത്തുന്നത് ഞാൻ വെറുത്തു. എന്താ കാര്യം? റസൂലുള്ളാഹി സുജൂദിൽ കിടക്കുമ്പോൾ ഹസൻ റളിയല്ലാഹു അൻഹു, അതേ ഹസൻ റളിയല്ലാഹു അൻഹു പെരടി കയറിയിരിക്കുകയാണ്. കാരണം എപ്പോഴും വല്ലിപ്പ ആനകളെയൊക്കെ ഒട്ടകം കളിക്കാറുണ്ട്, അതേപോലെ കിടത്താൻ നല്ല പൊസിഷനാ, മൂപ്പരവിടെ കയറിയുന്നതാ. ഇപ്പൊ പ്രവാചകന് ആ കുട്ടിയെ തട്ടിട്ടൂടെ? ആ പ്രവാചകൻ നേരത്തെ ഈത്തപ്പഴത്തിനോട് ചെയ്ത അതേ നിലപാടിൽ റസൂലുള്ളാഹിക്ക് പെരുമാറിക്കൂടെ? കാരണം ഇത്രയും മനുഷ്യന്മാര് ബാക്കിൽ നിന്ന് നിസ്കരിക്കും കൂടി ചെയ്യുക. എന്താ കുട്ടി ആ സമയത്ത് പ്രയാസപ്പെടുത്താത്തത്? വലിയ പാഠമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പാരന്റിങ്. ആ സമയത്ത് കുട്ടിയെ തട്ടിയിട്ടാൽ എല്ലാ സമയത്തും സ്നേഹം പ്രകടിപ്പിക്കുന്ന വല്ലിപ്പ, എല്ലാ സമയത്തും സ്നേഹം പ്രകടിപ്പിക്കുന്ന, തങ്ങളോടൊപ്പം കളിക്കുന്ന, തങ്ങളെ ഇഷ്ടപ്പെടുന്ന വല്ലിപ്പ. പക്ഷെ ഈ പണിയെടുക്കുന്ന സമയത്ത് വല്ലിപ്പാന്റെ സ്വഭാവം മോശാണ്. അപ്പോ അവിടെ പ്രതിക്കൂട്ടിൽ നിൽക്കുന്നത് ആരാ? വല്ലിപ്പയല്ല, ഈ പണിയാ നിസ്കാര. നിസ്കാരത്തോട് വെറുപ്പുണ്ടാക്കുന്ന രൂപത്തിലാകരുത് തന്റെ വർത്തനമെന്ന് റസൂലുള്ളാഹി തീരുമാനിച്ചു. നമ്മുടെ മതബോധനം കുട്ടിക്ക് വെറുപ്പുണ്ടാക്കുന്ന രൂപത്തിലാകുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അവിടെ തിരുത്തേണ്ടത് നമ്മളാ. നമ്മുടെ മതബോധനം കേവലം ഉപദേശമാണോ? തിരുത്തേണ്ടത് നമ്മളാ. ഉപദേശം കൊണ്ട് ദുനിയാവില് എല്ലാവരും നന്നാകുകയാണെങ്കിൽ പിന്നെ ദുനിയാവന്നെ ഇതൊന്നുമല്ലല്ലോ ആവുക. പാരന്റിങ് എന്ന് പറഞ്ഞാൽ ആർട്ട് ഓഫ് മോഡലിംഗ് ആണ്. നിങ്ങൾക്ക് നിങ്ങളെ മാറ്റാൻ കഴിയാതെ ഒരു കുട്ടിയെയും മാറ്റാൻ കഴിയില്ല, ഒരാളെയും മാറ്റാൻ പറ്റൂല. മോഡലിംഗ് ആണ്. മോഡലിംഗ് നമ്മൾ നേരത്തെ ഇവിടെ പറഞ്ഞല്ലോ, നമ്മൾ മാറാതെ നമ്മൾ പറയുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൽ അതൊരു സ്കില്ലാണ്. പിന്നെ എന്നാണ് പറയാ, സാധാരണ നമുക്ക് ഒരു സ്കില്ലാണിത്. ഈ പ്രത്യേകിച്ച് സ്വഭാവ രൂപീകരണം എന്നുള്ളത്. സ്കില്ല് പഠിക്കാൻ, സ്കില്ല് നമുക്ക് പഠിപ്പിക്കാൻ അറിവുണ്ടായാൽ മതിയോ? ഡ്രൈവിങ്ങിനെ കുറിച്ച് എനിക്ക് നന്നായിട്ട് അറിയാം. എനിക്ക് ഡ്രൈവിംഗ് പഠിക്കാൻ പറ്റുമോ, പഠിപ്പിക്കാൻ പറ്റുമോ, ഡ്രൈവ് ചെയ്യാൻ പറ്റുമോ? ഡ്രൈവിംഗ് സ്കൂളിൽ എങ്ങനെ ഡ്രൈവിംഗ് പഠിക്കാമെന്ന പുസ്തകം ഞാൻ വായിച്ചിട്ടുണ്ട്. അത് മടിയിൽ വെച്ചാണ്ട് ഡ്രൈവ് ചെയ്താൽ ഞാൻ ഡ്രൈവ് ചെയ്തത് മാത്രമേ അറിയുള്ളൂ. പിന്നെ പോലീസ് സ്റ്റേഷനിലായിരിക്കും ഞാൻ ഉണ്ടാവുക, അല്ലേ? എന്താ കാരണം? സ്കില്ലാണത്. സ്കില്ലിന് കേവലം നോളജ് ഉണ്ടായാൽ പോരാ. സ്കിൽസ് നോളജ് ആയിട്ട് കാര്യമില്ല. സ്കിൽസിന് പിന്നെ എന്ത് വേണം? പരിശീലനം ഉണ്ടാകണം. ആ പരിശീലിപ്പിക്കുന്ന ആൾക്കോ അതിനെക്കുറിച്ച് നന്നായി അറിയണം, നന്നായി അയാൾക്ക് സ്കിൽ ഉണ്ടാകണം. നല്ലൊരു ഡ്രൈവർക്ക് മാത്രമല്ലേ ഡ്രൈവിംഗ് പഠിപ്പിക്കാൻ പറ്റുള്ളൂ. നല്ലൊരു ഡ്രൈവർക്ക് ഡ്രൈവിംഗ് പഠിപ്പിക്കാൻ പറ്റൂ. ഇതേപോലെ എനിക്ക് ക്യാരക്ടറിന്റെ കാര്യത്തിൽ സ്കില്ലുണ്ടെങ്കിലേ ക്യാരക്ടർ എനിക്ക് എൻ്റെ കുട്ടിയിലേക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. എന്നോട് നിങ്ങൾ 2 കോടി രൂപ ചോദിച്ചാൽ എനിക്ക് തരാൻ പറ്റില്ല, കാരണം എൻ്റെ കയ്യിലില്ല. എന്നോടിപ്പോ 1,000 രൂപ ചോദിച്ചാൽ എനിക്ക് തരാൻ പറ്റും, എൻ്റെ കയ്യിലുണ്ട്. എൻ്റെ കയ്യിലുള്ളതേ എനിക്ക് തരാൻ പറ്റൂ. നിങ്ങളുടെ കയ്യിലുള്ളതേ നിങ്ങളുടെ കുട്ടിക്ക് കൊടുക്കാൻ പറ്റൂ. നിങ്ങൾ നന്നായി ഉപദേശിക്കാം, ഉസ്താദുമാരാണെങ്കിലും പാരന്റ്സ് ആണെങ്കിലും. കുട്ടികളെ സത്യസന്ധരാവുക, നല്ല കഥ പറഞ്ഞു കൊടുക്കാം, സത്യസന്ധരാകാൻ. നിങ്ങളുടെ ജീവിതത്തിൽ സത്യസന്ധതയില്ലെങ്കിൽ, അത് കുട്ടി അറിഞ്ഞാലും ഇല്ലെങ്കിലും, അതില്ലാത്തിടത്തോളം കാലം നിങ്ങൾക്ക് സത്യസന്ധത എന്ന സ്വഭാവം കുട്ടിയിലേക്ക് ഇൻകൾക്കേറ്റ് ചെയ്യാൻ, കുട്ടിയുടെ ഹൃദയത്തിനകത്തേക്ക് സ്ഥാപിക്കാൻ കഴിയില്ല. ആർക്കും കഴിയില്ല. നിങ്ങൾക്ക് എന്നാൽ എനിക്കും പറ്റൂല. അവിടെ സ്വയം ആ സംഭവം നമ്മളിൽ ഉണ്ടാകണം. അപ്പൊ അത് ആ പാരന്റിങ് അത് റസൂലുള്ളാഹി നേരത്തെ പഠിപ്പിച്ചതാ. പക്ഷെ ഇപ്പൊ നമ്മൾ പറയും പാരന്റിങ് ഈസ് ദ ആർട്ട് ഓഫ് മോഡലിംഗ്. മോഡൽ ചെയ്യണം, അപ്പോഴേ പാരന്റിങ് നടക്കുള്ളൂ, അല്ലാതെ നിങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ പാരന്റിങ്ങുമായി ബന്ധപ്പെട്ട ശാസ്ത്രീയമായ കുറെ കാര്യങ്ങൾ നമ്മൾക്ക് പഠിക്കാനുണ്ട്. സയൻസ്, ഇൻഷാ അല്ലാഹ് ശാസ്ത്രീയമായ കുറച്ച് കാര്യങ്ങൾ എൻ്റെ സുഹൃത്ത് അമീർ നിങ്ങളുടെ മുന്നിൽ വെക്കും. ഇൻഷാ അല്ലാഹ് അതിനുശേഷം നമുക്ക് ഇന്ററാക്ട് ചെയ്യാം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ.